വലിയ വലിയ മഹാന്മാർ പലരും മൺമറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോക ജീവിതം വളരെ സുഖമുള്ളതാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കും അവരോടൊക്കെ കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹു ചെയ്ത വലിയൊരു നിയമത്താണ് ആ മഹാന്മാരൊക്കെ നേതൃത്വം നൽകുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ സാധിക്കുന്നത് അത് അള്ളാഹു ചെയ്ത വലിയ നിയമത്താണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാണ്? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ ഉമ്മത്തിൽ എക്കാലത്തും 1,24,000 ഔലിയാക്കൾ ഉണ്ടാവും. നബിമാരുടെ എണ്ണം ചുരുങ്ങി ഏറുകയോ കുറയോ ചെയ്യില്ല. ഒരാൾ വഫാത്തായാൽ ഉടനെ ആ ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കും. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ 1,24,000 ഔലിയാക്കൾ ഇവിടെ ഉണ്ടാകും. ഇത് വെറുതെ പറയുന്നതല്ല. മഹാനായ ഷെഹറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ ലക്ഷ്യസഹിതം എടുത്തുദ്ധരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് നേതാക്കൾ ഉണ്ടാകും പല ഭാഗങ്ങളിൽ. ആ നേതാക്കൾക്കാണ് നമ്മൾ കുത്തുബീങ്ങൾ എന്ന് പറയാം. ഈ 1,24,000 ആളുകൾക്ക് ഒരു നേതാവ് ഉണ്ടാകും, വലിയൊരു നേതാവ്. ആ നേതാവിന് കുത്തുബ് ഔസ് എന്നൊക്കെ പറയും. 40 ആളുകൾ. അത് അതിന് പഴയ ഭരണഘടന എടുത്ത് നോക്കിയാൽ 40 ആളുടെ പേരും അതിലുണ്ട്. ആ 40 ആളുടെ കൂട്ടത്തിൽ അവസാനം വഫാത്തായതാരാ? റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിക്കൊണ്ട് തന്നെയാണ് വഫാത്തായത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എഴുതിയ ലിസ്റ്റിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല, ഉറപ്പാണ്. ശംസുൽ ഉലമ പറഞ്ഞത് കേട്ടത് 1 മണിക്കൂർ നീണ്ടു നിന്ന ദുആ എന്നാണ്. ആ ദുആയിൽ അവസാനം തങ്ങൾ ദുആറന്നു റബ്ബുൽ ആലമീനായ നാഥ, കേരളത്തിൽ നിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം ദീൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ നിൻ്റെ ഉലമാക്കൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. റബ്ബുൽ ആലമീനായ നാഥ, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹ്ദി ഇമാമിൻ്റെ പിന്നിൽ അണിനിരക്കാൻ നീ തൗഫീഖ് ചെയ്യണേ എന്ന് ദുആയിരുന്നു. എല്ലാവരും ആമീൻ പറഞ്ഞു. ഉത്തരം കിട്ടിയ ദുആണ് അല്ലേ? മഹ്ദി ഇമാമിൻ്റെ ആഗമനം ഏറ്റവും അടുത്ത സമയമാണ്. ഇനിയിപ്പോൾ സിറിയയിലും മറ്റുമൊക്കെ നടക്കുന്ന കുഴപ്പങ്ങൾ അതൊക്കെ ഹദീസിൻ്റെ കിതാബെടുത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ മുമ്പിൽ വെച്ച് പഠനം നടത്തിയാൽ മഹ്ദി ഇമാമിൻ്റെ ആഗമനം വളരെ സമീപം. ഈ ഘട്ടത്തിൽ അല്ലേ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരും പറഞ്ഞ് നമുക്കൊക്കെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹ് ചെയ്ത വലിയ ഭാഗ്യമാണ്. കാരണം മഹ്ദി ഇമാം ഇങ്ങ് വിരലോടുകൂടി പിന്നെ മഹ്ദി ഇമാമിൻ്റെ പിന്നിൽ അവർക്ക് അണിനിരക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മക്കൾക്കൊക്കെ അത് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പിന്നിൽ എല്ലാവരും അണിനിരന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വലിയ വലിയ മഹാന്മാരായ ആളുകൾ ആണ് അതിന് നേതൃത്വം നൽകിയത്.